നമസ്കാരം. വില്ലേജ് ന്യൂസ് ടിവിയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. US കടന്നുകയറ്റത്തെ ഗൗരവത്തോടെ ലോകം നോക്കിക്കാണണമെന്ന് നിക്കോളാസ് മഡുറോയുടെ മകനും പാർലമെന്റ് അംഗവുമായ നിക്കോളാസ് മഡുറോ ഗറ പറഞ്ഞു. ഒരു രാജ്യവും സുരക്ഷിതമല്ലെന്നും വെനിസ്വേല പ്രസിഡന്റിന്റെ മകൻ പറഞ്ഞു. ശാരീരിക അസ്വസ്ഥതകൾ കാരണം കോൺഗ്രസ് നേതാവ് സോണിയ ഗാന്ധിയെ ന്യൂഡൽഹിയിൽ ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കാൻ ഇഡിക്ക് കേന്ദ്രാനുമതി കിട്ടിയതോടെ വെട്ടിലായി സംസ്ഥാന സർക്കാരും LDFും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉന്നതരിലേക്ക് അന്വേഷണവും അറസ്റ്റുമൊക്കെ എത്തുമോ എന്ന പേടിയിലാണ് നേതാക്കൾ. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം കേസെടുക്കാനാണ് ഇഡിക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കാനും നീക്കമുണ്ടായെന്നും വലിയ വ്യാപ്തിയുള്ള മോഷണമാണിതെന്നും സംസ്ഥാന SIT തന്നെ റിപ്പോർട്ട് തയ്യാറാക്കിയതോടെ ഭരണ നേതൃത്വം തന്നെ കുഴപ്പത്തിലായെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞു. നിയമസഭാ പുസ്തകോത്സവം ഇന്ന് തുടങ്ങും. ഇതിനു മുന്നോടിയായുള്ള ഫെസ്റ്റിവൽ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ ഇന്നലെ മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഇന്നു മുതൽ ഈ മാസം 13 വരെയാണ് ബുക്ക് ഫെസ്റ്റിവൽ. പൊതുജനങ്ങൾക്ക് നിയമസഭാ ഹാളിലേക്ക് വരെ പ്രവേശനവും സൗജന്യമാണ്. കേരള കോൺഗ്രസ് M വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റുകളിലേക്ക് മത്സരിക്കുമെന്ന് ചെയർമാൻ ജോസ് കെ മാണി കോട്ടയത്ത് പറഞ്ഞു. മുന്നണി മാറ്റം ഇപ്പോൾ ആലോചിക്കുന്നില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. റോബോട്ടിക് പഠനം എല്ലാ സ്കൂളുകളിലും ആരംഭിക്കുമെന്നും 4.5 ലക്ഷം കുട്ടികളെ പരിശീലിപ്പിക്കുമെന്നും കൈറ്റ് CEO K അൻവർ സാദത്ത് അറിയിച്ചു. എല്ലാ കുട്ടികൾക്കും ഹെൽത്ത് കാർഡ് നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞു. കുട്ടികൾ നല്ല നിലയിലെത്തണ്ടേ? പഠനത്തിലും ജീവിതത്തിലും അവരെ മുന്നിലെത്തിക്കുവാൻ ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗിന് അവരെ വിധേയരാക്കൂ. ജീവിതത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സർവീസ് ഗ്ലോബൽ ഗേറ്റ്വേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗ്. ഇപ്പോൾ വിളിക്കുക 8129516829. മറ്റൊരു നമ്പർ 9074746363. CM വിത്ത് മീയിൽ പരാതിയുമായി എത്തിയ വിദ്യാർത്ഥിനിയെ നേരിട്ട് വിളിച്ച് മുഖ്യമന്ത്രി വിവരങ്ങൾ ആരാഞ്ഞു. സ്കൂളിന് മുന്നിലെ റോഡിൽ സീബ്ര ലൈൻ ഇല്ലാത്തതിനാൽ റോഡ് മുറിച്ച് കടക്കാൻ പ്രയാസപ്പെടുന്ന പരാതിയിലാണ് വിളിയിലൂടെ പരിഹാരമെത്തിയത്. കണ്ണൂർ കമ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ശിഖ വിജിത്തിനെയാണ് മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചത്. സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിനടിയിലേക്ക് വീണ് സ്കൂട്ടർ യാത്രിക ആഫിദ മരണപ്പെട്ടു. ഇരിങ്ങാലക്കുട സ്വദേശിയായ ആഫിദ ബന്ധുവീട്ടിൽ പോയി മടങ്ങുമ്പോൾ കൊടകര വച്ചായിരുന്നു അപകടം. നെടുമങ്ങാട് പാലോട് വനത്തിൽ നിന്നും മോഷ്ടിച്ചു കടത്തുന്നതിനിടെ 52 കിലോ ചന്ദനവും 14 ചന്ദനത്തടി ചീളുകളുമായി 5 പേരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. 2 കൊലപാതക കേസുകളിൽ ജയിലിൽ കിടന്ന ശേഷം വിദേശത്തേക്ക് മുങ്ങിയ ഷിജുകുമാറിനെ വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് റൌഡി ലിസ്റ്റിൽപ്പെട്ട കഴക്കൂട്ടം സ്വദേശിയാണ് ഷിജുകുമാർ. കോർപ്പറേഷൻ പരിധിയിലെ പ്രശ്നങ്ങളുമായി തിരുവനന്തപുരം നിവാസികൾ ഇന്നലെ മേയർ VV രാജേഷുമായി സംവദിച്ചു. തെരുവുനായ ഭീഷണി, വെള്ളക്കെട്ട്, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, കത്താത്ത തെരുവുവിളക്കുകൾ, മാലിന്യം തള്ളൽ, ബസ് സർവീസിന്റെ കുറവ്, അങ്ങനെ നഗരം കാലങ്ങളായി നേരിടുന്ന പ്രശ്നങ്ങൾ ഫോണിലൂടെ മേയറുടെ മുമ്പിലെത്തി. കോഴിക്കോട് നഗരത്തിൽ 50 ലക്ഷം രൂപയുടെ MDMAയുമായി 2 ഇടത്തു നിന്ന് 4 പേരെ അറസ്റ്റ് ചെയ്തു. ഷംസീർ, ദിവ്യ, സിഗിൻ ചന്ദ്രൻ, മുഹമ്മദ് ഷാഫി എന്നിവരെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരത്ത് വർഷങ്ങളായി പ്രവർത്തനരഹിതമായി കിടന്ന മണ്ണന്തല മാർക്കറ്റിന് പുനരുജ്ജീവൻ നൽകുന്ന പദ്ധതിക്ക് പുതിയ കൗൺസിലർ ചെമ്പഴന്തി ഉദയന്റെ നേതൃത്വത്തിൽ തുടക്കമിട്ടു. ഇതിനോടനുബന്ധിച്ച് നേരത്തെ നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് ഇന്ന് പുനർലേലം നടത്തി ഉടൻ പ്രവർത്തന സജ്ജമാക്കുമെന്ന് കൗൺസിലർ ചെമ്പഴന്തി ഉദയൻ വില്ലേജ് ന്യൂസ് റിപ്പോർട്ടർ ഹരി കിഷോറിനോട് പറഞ്ഞു. എത്ര വർഷം കൊണ്ടാണ് ഇങ്ങനെ കണ്ണിന് പൈസ കളിക്കാത്തോണ്ട് ഉരുക്കൊണ്ട് വീട് എല്ലാം ഉണ്ടായിരുന്നു. ഫാനും എല്ലാ സാധനങ്ങളും ഉണ്ട്, ലൈറ്റും ഒക്കെ ഉണ്ട്. പൈസ
അടിക്കാതെ അവർ ഊരി കൊണ്ടുപോയി. 6-7 കൊല്ലമായി. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ വില്ലേജ് ന്യൂസ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.